എന്റെ ദൈവമേ, ഇന്ന് ആശുപത്രി തുറന്നു വെച്ച് വെറുതെ ഇരിക്കാൻ. എടോ, ഇത് എന്നാണോ ഈ വടിയും പത്തലൊക്കെ ആയിട്ട് താനും? ഇത് എന്നാ എന്തോ ഈ വടിയും കോലൊക്കെ ആയിട്ട് താനും കൊന്നേക്കണേനാ? തനിക്ക് എന്നാ ജോലി? ഞാൻ ആനപ്പാപ്പനാ. അത് ശരി, താൻ ആനപ്പാപ്പാനാണല്ലേ? തന്നെ കണ്ടപ്പോ തന്നെ തോന്നി, ഈ വേഷം കണ്ടപ്പോ തന്നെ. ആട്ടെ, തന്റെ പേരെന്താണെന്ന് പറഞ്ഞു? ആനന്ദൻ. ആനന്ദൻ. ആട്ടെ, തന്റെ വീട് എവിടെയാണ് ആനന്ദ? ആനത്തലവട്ടം. ആനത്തലവട്ടം. ആനത്തലവട്ടം മനസ്സിലായി. ആട്ടെ, ആനന്ദൻ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണ്. അത് ശരി, കല്യാണം കഴിച്ചാണ്. ഗുരുവായൂർ അമ്മണിയുടെ കല്യാണം. ഗുരുവായൂർ അമ്മണിയുടെ ഒന്നാം പാപ്പാര ഭാര്യയുടെ പേരാണല്ലേ ഗുരുവായൂരമ്മണി? ഓക്കെ. ആട്ടെ, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു? ലവ്വരല്ല, അടുത്തത് വിളിച്ചിട്ടോന്നാണ് അവളാ. അടുത്തത് വിളിച്ചിട്ടോന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മ കൂടി അവളാ അടുത്തത് വിളിച്ചിട്ടോന്ന് എന്നെ വാരിക്കുഴിയിലാക്കിയതാണ്. ഓ, വാരിക്കുഴി. ഓ, കല്യാണം കഴിപ്പിച്ചോ? കല്യാണം കഴിപ്പിച്ചു. ഓക്കെ. ആട്ടെ, നിങ്ങൾക്ക് ഈ ഇതില് കുട്ടികളൊക്കെ ഉണ്ടോ? 2 കുട്ടിയുണ്ട്. 2 കുട്ടികളുണ്ട്. ആണോ വേണോ? ഒന്ന് നായരമ്പലി ശശിയും ഒന്ന് ഇടവനക്കാട് കർത്തി. എടോ, ഇതൊക്കെ ആരടോ? താൻ വളർത്തുന്ന ആനകളാണോ അതൊക്കെ? 2 കുട്ടികളാണല്ലേ? ഒരു കൊമ്പല് പിടിയും. കൊമ്പനും പിടിയോ? മനസ്സിലായി. ഒരാണും ഒരു പെണ്ണും. ഓക്കെ. അതെ, തന്റെ വീട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട്? ഇനി എന്റെ വീട്ടിൽ എന്റെ അമ്മയുണ്ട്. അമ്മയുണ്ടോ? പിന്നെ ഒരു ചേട്ടനുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണോ എന്ന് പറഞ്ഞത്? അവരൊക്കെ എന്റെ കല്യാണം കഴിച്ച് എന്റെ അമ്മ എതിരേറ്റു കൊണ്ടുവന്നപ്പോൾ അമ്മ ചരിഞ്ഞു. പിന്നെ ഒറ്റ ചേട്ടൻ. ഒരു ചേട്ടൻ. എടോ, ഈ എന്റെ പൊന്ന് ആനന്ദ, ഈ ചേട്ടൻ എന്നാ ചെയ്യണു അതൊന്നും പറഞ്ഞു. ചേട്ടൻ മതം പൊട്ടി എവിടെ അലിഞ്ഞിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് ശരി, അതപ്പം മറ്റേ കേസാ. കുഴപ്പമില്ല. അടെ ആനന്ദ, എന്താ നിന്റെ പ്രശ്നം അതെന്ന് പറഞ്ഞു? എന്റെ പ്രശ്നം ഇത് തന്നെ ആനേനെ കൊണ്ടുണ്ടോ? ആന ചിഹ്നം വിളിക്കുന്നത് ഗ്യാസ്. ആട്ടെ, കുഴപ്പമില്ല. ഗ്യാസിന് ഗുളിക ഞാൻ തരാം. ആട്ടെ, ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എനിക്ക് ഭയങ്കര മറവിയാണ്. ഓടോ, മറവി എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമല്ലേ? അത് മറവിക്ക് അത് പ്രശ്നമല്ല. ഈ മറവി മൂലം തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പാർപ്പറോട് എന്നൊരു ആനയുടെ മുകളിൽ കെട്ടി ഞാൻ വീട് കുത്തി കെട്ടി. അയ്യോ, എന്നിട്ട് ആനയുടെ അടി എഴുന്നേറ്റ് ആനയുടെ മർമ്മസ്ഥാനം ഒറ്റ നോട്ടോടും. മുള്ളലും പിണ്ടടലും ഒപ്പം കഴിഞ്ഞു. ആര്? ആനയോ? അല്ല, പിന്നെ ഞാൻ. ശരി. അപ്പൊ ആന എന്ത് ചെയ്തു പറയണോ? ആന നാണിച്ച് സ്ഥലം വിട്ടുപോയി. തനിക്ക് ഞാനൊരു ഗുളിക തരാം. കമ്പൗണ്ടറാ ഇവിടുത്തെ പുതിയ കമ്പൗണ്ടർ. ഞാൻ പേടിച്ച് ഡോക്ടറാണ് നിരച്ച് പെട്ടെന്ന് കണ്ടപ്പോ നിങ്ങളുടെ ഒരു ചായ അഞ്ചിനാണ് നിരച്ചിട്ട്. എടോ, ഞാനൊരു കാര്യം ചെയ്യാം. തനിക്ക് ഞാനൊരു ഗുളിക തരാം. പക്ഷെ ഈ ഗുളിക തിന്നുമ്പോൾ താൻ ധാരാളം വെള്ളം കുടിക്കണം. ഗുളിക തന്നോ? ഞാൻ ധാരാളം വെള്ളം കുടിക്കും. പക്ഷെ വേറെ കാര്യം, ഞങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങള് ആനമൈക്ക് കഴിക്കാറുള്ളൂ. അത് ശരി. ഈ ആനമൈക്ക് അടിച്ചിട്ടാണ് താൻ ഈ ആനയുടെ മക്കിട്ട് കയറണല്ലേ? ഞാൻ 2 അടിച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ ആനക്കിട്ട് 2 കൊടുക്കും. ആനക്ക് എന്റെ ഭാര്യക്ക് ഒരു ഷേപ്പാ. എന്നിട്ട് ഒറ്റ ഓട്ടമാണ്. ആന്ധ്രയോട് തന്നെ ഓടണത്? വീട്ടില് സ്ഥിരം ഇതാ പതിവ്. അത് ശരി. അല്ല, സാറിനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എടാ, മൂത്തകുന്ന അമ്പലത്തിന്റെ നേരെ പുറകുവശത്ത. മൂത്തകുന്ന? അയ്യപ്പ സ്വാമിയെ മൂത്തോള. ഞാനവിടെ പൂരത്തിന് വന്നിട്ടുണ്ട്. ഏത് വർഷം? 2003 പൂരത്തിന് വന്നിട്ടുണ്ട് അവിടെ. അത് ശരി. എന്നിട്ട് ഞാനവിടെ പൂരത്തില് ഫ്രണ്ടിൽ തിടാൻ പോയിട്ട് ഞാനും പുറകില് തോട്ടിയായിട്ട് കുട്ടീഷനും. എന്ത്? അല്ല, ഫ്രണ്ടിൽ തിടാൻ പോയിട്ട് കുട്ടീഷനും പുറകില് തോട്ടിയായിട്ട് ഞാനും പൂരം. അപ്പൊ അവിടെ പൂരം ഞാൻ നല്ല ചെറുവയറു പോലെ പൂരം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ അന്ന് ആ വർഷം അമ്പലത്തിൽ ഏത് പ്രോഗ്രാം ആയിരുന്നു അതൊന്ന് പറഞ്ഞത്? അന്ന് അവിടെ ആലപ്പുഴ സെഞ്ചുറി. ആലപ്പുഴ കൊച്ചിൻ സെഞ്ചുറിയുടെ ഗാനമേള. സെഞ്ചുറിയുടെ ഗാനമേള. അപ്പൊ അവരുടെ ഗാനമേള നടക്കുമ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് പാടണം. ആരോട്? ഗാനമേളക്കാരോട്? നോ പ്രോബ്ലം. ഞാൻ ഒരു പാട്ട് പാടും. ഞാൻ അത്യാവശ്യം കുറച്ച് ഭജനൊക്കെ പാടിയിട്ടില്ല. പാട്ടൊക്കെ പാടുവോ? അപ്പൊ പാട്ട് പാടുന്ന എനിക്ക് വിശ്വാസം വന്നില്ല. താനൊന്ന് പാടി കേട്ടു. ഞാൻ ലജ്ജാവതി കളിക്ക്. ലജ്ജാവതി താൻ പാടിയോ? താനൊന്ന് പാടിയൊന്ന് കേക്കട്ടെ. ലജ്ജാവതി കേട്ടു. പാടി. ലജ്ജാവതി
ലജ്ജാവതി ഇതൊക്കെ പാടിയത് ഓടിച്ചിന്ന് 3 മിനിറ്റ് കയ്യടി. അത് ശരി, പൊരിഞ്ഞ കയ്യടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ ഒരു പിടുത്തമില്ല. ഞാൻ ബോധം കെട്ട് ഫ്രണ്ടിൽ കിടക്കണം, സ്റ്റേജിന്റെ ഫ്രണ്ടിൽ മണ്ണിൽ കുഴഞ്ഞു കിടക്കണം. കുട്ടികൃഷ്ണൻ മന്ന തന്നെ തുമ്പിക്കൈയിൽ ഇങ്ങനെ എടുത്ത് എവറഡി പാർട്ടിയുടെ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അത് 9ന്റെ അകത്ത് പൂച്ചിരിക്കണ പോലെ ഞാൻ തുമ്പിക്കൈയിൽ ഇങ്ങനെ ഇരിക്കുന്നു. പോണ പോക്കിൽ ഇവരെന്നെ മേത്ത മണ്ണൊന്ന് കളയാൻ വേണ്ടി കരിക്കല്ലിലോട്ട് കൊടുത്തോണ്ടൊന്ന് കൊട്ടു. ചുരുക്കി പറഞ്ഞ നാട്ടുകാരും ആനയും കൂടി തന്നെ അലക്കി തവണ കൂടിയാണ്. പിറ്റേ ദിവസം ഞാൻ ആശുപത്രിയിൽ പറൂര് ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കണം. എനിക്ക് ബോധമില്ല, ഗ്ലൂക്കോസ് കയറ്റിയിട്ടേക്കാണ്. എനിക്ക് ഇങ്ങോട്ട് വരാൻ ബോധം വന്നിട്ടില്ല. അവസാനം എന്റെ അനിയൻ സതീശൻ വന്നിട്ട് ഗ്ലൂക്കോസ് കുപ്പിയൊക്കെ ഇരിച്ചിട്ട് ആ ഗ്ലൂക്കോസ് കളഞ്ഞു. അതിനകത്ത് 2 പെഗ് സൽസ ഒഴിച്ചു. അതങ്ങോട്ട് ഒഴിച്ചത് എന്റെ മോനെ, ഞാനിങ്ങോട്ട് ചെറുവയറ് പോലെ ഉണ്ട് ചാടി എഴുന്നേറ്റത്. അപ്പൊ ഞാൻ ആനന്ദ ചേട്ടാ, ഞാൻ ഈ ആനയിൽ താല്പര്യമുള്ള ഒരാളെന്നല്ലേ ചോദിക്കാണ്ടോ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ കൂട്ടണ്ട. താൻ ഈ കാട്ടാനകളൊക്കെ പിടിക്കും? പിടിച്ചിട്ടില്ല അണ്ണാ. ഞാനാ എന്റെ മോനെ ഞാനൊരു തകലയിൽ ശർക്കര കലക്കും. ശർക്കര കലക്കിയിട്ട് ഒരു റോപ്പ് കയറില്ലേ, കയറ് മുക്കിയിട്ട് അത് തണുപ്പിക്കും. ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് തണുപ്പിക്കും. എന്നിട്ട് പൊക്കിയെടുക്കും. മറ്റൊരു ശർക്കര ഉണ്ടാവില്ല, അത് കൊണ്ടിട്ടിട്ട് ഞാൻ കോടനാടോ മലയാറ്റൂരോ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഇടും. ഇട്ട് കരിമീനെ പിടിക്കണ പോലെ ഇത് ഇടും. ചൂണ്ടയിടുമാരാണോ കുറച്ച് പട്ട ഇടും. ഈ ആന വന്ന് പട്ടയും തിന്ന് കൂട്ടത്തിൽ ശർക്കരയും തിന്നും. എന്നിട്ട് പിണ്ടോ ഇടും. പിണ്ടോ ഇടുമ്പോ ഈ കയറ് അറ്റത്തോട്ട് പുറത്തേക്ക് പോയി ചെയ്യും. ഞാൻ ഈ ബാക്കിന് ഈ ചരട് കൊടുക്കും, ഫ്രണ്ടിൽ നിന്ന് ചരട് കൂടെ എടുത്തിട്ട് ഇങ്ങനെ കോർത്ത് പറഞ്ഞ് തോളത്തേക്ക് ഇട്ടിട്ട് ഒരൊറ്റ പോക്കാണ്. ഒരൊറ്റ ആന വന്നാൽ. പക്ഷേ 5-8 കാട്ടാൻ ഒന്നിച്ച് വന്നാൽ ഞാനെന്ത് കാട്ടാനാ? ആനകൾ 2 വിധമാണ്, ആഫ്രിക്കൻ ആന, ഇന്ത്യൻ ആന. പിന്നെ ഞാൻ പറഞ്ഞ ആഫ്രിക്കൻ ആന ഇന്ത്യൻ ആനല്ല. പിന്നെ ആഫ്രിക്കൻ ആന ഇന്ത്യൻ ആന. പിന്നെ മറ്റേ ആന ഏതാന? ഹരിയാന. അത് ശരി. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഓരോ ആനകളുണ്ട്. കുഴിയാന. കുഴിയാനെ കൊണ്ടുവന്ന നെറ്റിപ്പട്ടം തന്റെ തലയിൽ കൊണ്ട് കെട്ടി അതിന് കണ്ടു കാണോ? എന്നെ കണ്ട വല്ലതും തോന്നുന്നു? തന്നെ കണ്ടതേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നു. എന്തെങ്കിലും തോന്നും. ദൈവമേ, എടോ തന്റെ കൂടെ ആരും വന്നിട്ടില്ലേ? വന്നിട്ട് ഞാന് എടോ ഇത് എന്നതാണോ? സുപ്രഭാതം. സുപ്രഭാതോ? എന്നെ കണ്ട വല്ലതും തോന്നും. അപ്പൊ എന്നെ കണ്ട എന്തെങ്കിലും തോന്നും. എന്നെ കണ്ട എന്തെങ്കിലും തോന്നും. അപ്പൊ അത് ശരി, വീട്ടിൽ നിന്ന് ചകലം പിടിച്ച് ഇവിടെ വന്നിരിക്ക. എന്റെ പൊന്നു ഡോക്ടർ, 10-14 ആന ഉണ്ടായിരുന്ന കുടുംബത്തിലെ മനുഷ്യനാ. ആനയെ കുടുംബം ക്ഷയിച്ചപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്ക. ഒന്നും